ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ഈ റുട്ടീൻ വീഡിയോസ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ ടൈം കിട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഒന്ന് കമൻസിൽ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. പല വീഡിയോസിലായിട്ട് ഞാൻ പലപ്പോഴും പല കമൻറ്റ് കാണാറുണ്ടെങ്കിൽ പോലും ഈ ഒരു വീഡിയോയുടെ താഴെ എനിക്ക് ആ ഒരു കമൻറ്റ് ഒന്ന് കാണുന്നൊരാഗ്രഹം അതുകൊണ്ടാണ്. കാരണം എൻ്റെ ഒരു മെയിൻ എയിം എന്ന് വെച്ചാൽ ഈ റുട്ടീൻ വീഡിയോസ് ഞാൻ നിരന്തരമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് കാണുമ്പോഴെങ്കിലും ഒരാൾക്കെങ്കിലും ടൈം മാനേജ് ചെയ്തൊരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, വെറുതെ വീഡിയോ അങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്യലല്ല. നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറയുന്ന ഈ ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഉപകാരം ഉണ്ടായി എന്ന് തോന്നണം. അതാണ് എൻ്റെ ഒരു എയിം. അപ്പോൾ അത് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഒന്ന് ചോദിക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കറി വയ്ക്കുന്നത് കുമ്പളങ്ങ മോരുകറിയാണ്. പിന്നെ ചീര വെച്ച് ഉപ്പേരി, ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുറേ നന്നാക്കി അവിടെ അങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തേങ്ങയും നമ്മൾ നേരത്തെ കൂട്ടി തലേദിവസം 2 തേങ്ങയൊക്കെ വെച്ച് ചിരണ്ടി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. കാരണം രാവിലെ വന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പണി തീർക്കാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂലപ്പവും ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അരി നമ്മൾ കഴുകി അതും കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മളൊന്ന് കുഴച്ചെടുത്ത് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണേ. അപ്പോൾ എഴുന്നേറ്റ് നമ്മളൊന്ന് റെഡിയായി കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്ന് ആദ്യം ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ഒന്ന് വേഗം ചെയ്ത് വെച്ചാൽ നമുക്ക് കുക്കിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആദ്യമൊക്കെ ഞാൻ ചായയൊക്കെ കുടിച്ചിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് വന്നതൊക്കെ കിച്ചണിലെ പണികളൊക്കെ തുടങ്ങും. അപ്പോൾ എനിക്ക് എന്തൊരു മടി പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ കുറച്ചും കൂടി എനർജി നൽകണം കേട്ടോ. അങ്ങനെ സമയം 5:30 ആയപ്പോൾ ഞാൻ പതിവ് പോലെ പ്രയറിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു ടൈം 15 മിനിറ്റ് വേറൊരു ചിന്തകളില്ലാതെ റിലാക്സ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മനസ്സ് ശാന്തമാക്കിയിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡേ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും അത് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും അതുപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ സമയം 5:45. അതിന് ഞാൻ എന്തായാലും മക്കളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞെടുക്കാം, കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ കുമ്പളങ്ങയും ചീരയും ഒക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ ഇരുന്നിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ സൈഡിലിരുന്നതൊക്കെ അരിയിലും കാര്യങ്ങളൊക്കെ ടേബിളിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ടേബിളിൽ ഞാൻ ഒരു മാറ്റ് വിരിച്ചിട്ട് ഈ ഐറ്റംസൊക്കെ അവിടെ കൊണ്ടുവച്ച് വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ട് അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യും ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് മക്കളെ നോക്കാനും പറ്റും, എൻ്റെ ഈ പണികളും കഴിയും. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് തലേദിവസം വേണമെങ്കിൽ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുക്കിംഗ് പെട്ടെന്ന് കഴിയും. എനിക്ക് തോന്നാറുള്ളത് കുക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും പാത്രം കഴുകലുമാണ് ഏറ്റവും ടൈം പോകുന്നത്. കുക്കിങ്ങിന് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടൈമും പോണ പോലെ മാത്രമല്ല എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രിപ്പറേഷൻ എന്നൊക്കെ പറയില്ല, അതാണ് ഏറ്റവും അധികം പണി വരുന്നത്. അതായത് കട്ട് ചെയ്തെടുക്കലും അതുപോലെ തന്നെ പാത്രം കഴുകലും അതൊക്കെയാണ് കുറേ ടൈം നമ്മുടെ പോകുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ ഇരുന്ന് ഇവരെ നോക്കിയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സമയം വേസ്റ്റ് ആവില്ല, മക്കളെ നമുക്ക് നോക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് വേഗം ഉച്ചക്കത്തെ കറിയുടെ കഷ്ണങ്ങളെല്ലാം തന്നെ അത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ മോരുകറിയാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ആ കഷ്ണങ്ങൾ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കറികൾക്കുള്ള ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് കറിക്കുള്ളതായാലും ചീരപ്പേരിയുടെ ചീരയായാലും ഒക്കെ അരിയിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുമ്പളങ്ങ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പിലയും വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ വേഗം തന്നെ കുറച്ച് ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ അരിയാനുള്ളതൊക്കെ അരിഞ്ഞെടുക്കലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടമ്മയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആണെന്ന് തോന്നും. ചില സമയങ്ങളിൽ പുറത്തോട്ട് യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചേഞ്ച് വരുമെങ്കിലും ബാക്കി എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ തന്നെയാണ്. പുറത്തോട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ കുറേയും കൂടി പുറത്തെ കുറേ സാഹചര്യങ്ങൾ കാണാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നും കാണുന്നവരെ തന്നെ വീണ്ടും കാണുന്നു, വീണ്ടും ഒരേ പണികൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യണത്.
അപ്പോൾ അതിൽ കുറച്ച് വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി പ്ലാനോട് കൂടി നമ്മുടെ ജോലികൾ ചെയ്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ജോലികൾ വീട്ടിലത്തെ അത് ചെയ്ത് തീർത്ത ശേഷം അത് പ്ലാനോട് കൂടി ചെയ്യുകയാണെങ്കിൽ വേഗം ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ നമുക്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഡേ മുഴുവനും പണിയെടുത്ത് അവസാനം വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് കൃത്യമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് ചെയ്ത് തീർത്താൽ നമുക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റി വയ്ക്കണം. അതാണ് നമ്മുടെ ആ ഒരു ഡേയിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറ്റാവുന്നതും എത്ര തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയാലും സാരില്ല എൻ്റെ പണികൾ വേഗം തീർത്ത് വന്നിരിക്കാനായിട്ട് നോക്കണമെന്ന്. അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് കമൻസിൽ പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് കറിയൊക്കെ ഇത് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഗ്രീൻ പീസ് കറിയുടെ ചാറിന് അല്ലെങ്കിൽ ഏത് കറികൾ ഇങ്ങനത്തെ ചാറിന് കട്ടി ഇത്തിരി കിട്ടണമെന്നില്ല, കുറിയ ചാറ് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് കടലമാവ് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കറിക്ക് തിക്നെസ് വരും. ആ കടലമാവിൻ്റെ ഫ്ലേവറേ കറിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ വേറെ പലതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ കേട്ടോ. അരിപ്പൊടി ഇട്ട് നോക്കിയിട്ടുണ്ട്, മൈദപ്പൊടി ഇട്ട് നോക്കിയിട്ടുണ്ട്, കോൺഫ്ലവർ ഇട്ട് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഫ്ലോപ്പായിരുന്നു. ഏറ്റവും കറക്റ്റായിട്ട് എനിക്ക് ഒരു ഫ്ലേവറോ കറിയുടെ പോവാതെ എനിക്ക് തോന്നിയത് കടലമാവ് ചേർക്കുമ്പോഴാണ്. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ആ ചീരയും കൂടി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അതും കൂടി അരിഞ്ഞെടുത്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ മക്കൾ പുറത്ത് പോയിട്ട് ഇരിക്കും കേട്ടോ. അവർ കാരണം എന്താ വെച്ചാൽ അകത്ത് കുറേ നേരമൊക്കെ ഇരുന്നതല്ലേ. അപ്പോൾ വെളിച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇരിക്കും. അപ്പോൾ ഞാനും പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ അരിയാനുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ടാണ് അവരെ കൂടെ ഇരുന്ന് അതൊക്കെ ചെയ്യാണ് പതിവ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കറി ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മോര് കൂട്ടാനിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് അതൊന്നും അവിടെ ഞാൻ ചൂടാവാനായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നേരത്തെ ചരണ്ടി വെച്ചാൽ നമുക്ക് വേഗം രാവിലത്തെ കറികൾ ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കറികളിലും തേങ്ങ ചേർക്കുമല്ലോ. അപ്പോൾ തേങ്ങ ചിരണ്ടലാണ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി തോന്നാറ്. അപ്പോൾ അത് നമ്മൾ തലേ ദിവസം വേറെ പണികളൊന്നും ഇല്ലാത്ത സമയത്ത് ചിരണ്ടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഞാൻ വൈകിട്ട് ആ സമയങ്ങളിലാണ് ഇപ്പോൾ തേങ്ങ ചിരണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് മീൻ നന്നാക്കലോ അങ്ങനത്തെ ഒക്കെ ഇതുപോലെ തലേ ദിവസം ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ ചീര തോരന് വേണ്ടിയിട്ടുള്ളതൊക്കെ ദേ അവിടെ സെറ്റാക്കി അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പീസ് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടിപ്സും അതിനെക്കുറിച്ചൊന്നും അധികം പറയാത്തത്. അപ്പോൾ ചിലവരൊക്കെ എന്നോട് മീൽ പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസത്തെ കറികൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ വഴിയൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ എല്ലാ ടൈപ്പ്, അതായത് വെജിറ്റബിൾ കറികളും മീനും ചിക്കനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് പോലെ നമുക്കൊരു വീക്കിലേക്ക് നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കറികളും അപ്പോൾ അങ്ങനെ കഴിക്കുന്ന രീതിയിൽ വരും. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ മക്കൾക്ക് ചില കറികളൊന്നും ചിലത് ഇഷ്ടമല്ല കേട്ടോ ഇതിലുള്ളതൊക്കെ. എന്നാൽ പോലും നമ്മൾ ആ കറികൾ ഉണ്ടാക്കും. അവരത് കഴിക്കണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂട്ടി കഴിക്കുക. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഹാബിറ്റ് വന്നാൽ അവരത് കഴിക്കില്ല ഇത് കഴിക്കില്ല, എവിടെയെങ്കിലും പോയി ഒരു ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 കറികളിൽ ഒരെണ്ണം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ അവരത് കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ മറ്റേ കറി കുറച്ചെടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ കറികളും കഴിച്ച് പഠിക്കണം. ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ ചെന്നാലും കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കറികളും കഴിക്കാൻ വേണ്ടിയിട്ടൊരു ശീലം ഉണ്ടാക്കാനാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാ ടൈപ്പും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇനി ഇതേ നമ്മുടെ മോര് കൂട്ടാനും കൂടി കാച്ചി എടുത്തു കഴിഞ്ഞാൽ കറി പരിപാടി കഴിഞ്ഞു. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 7:30 മണി ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് നൂലപ്പം കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അത് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വീഡിയോ കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഒന്നുകൂടിയും പോവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ വെച്ചിട്ട് ചില സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാനും വിട്ടുപോകും. അപ്പോൾ ആ ഒരു ക്ലിപ്പിംഗ് എടുക്കേണ്ടത് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധയോടുകൂടി നിന്നാലാണ് നമുക്കെല്ലാം കാര്യങ്ങളും കറക്റ്റായിട്ട് എടുത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം ഇങ്ങനെ പോണേൻ്റെ ഒരു ടെൻഷനുണ്ട്. എന്നാലും പറ്റാവുന്ന വേഗം നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചോറും ഞാൻ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്, ഉപ്പേരിയും ഒരു കറിയും ഒക്കെ റെഡിയായി. ഇനി നമ്മുടെ നൂലപ്പത്തിനുള്ള മാവ് നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ആയാലും നൂലപ്പായാലൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ മുഴുവനായിട്ട് നമ്മൾ എണ്ണ തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കിട്ടുകയും ചെയ്യും. അതും ഇങ്ങനെ പെറ്റി പിടിച്ചിരുന്നിട്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ പാത്രം കഴുകുന്ന സമയത്ത് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിലവരിങ്ങനെ ചോദിച്ചിരുന്നു ഇതെങ്ങനെ വേഗം എടുത്ത് കിട്ടണേന്ന്. അപ്പോൾ അതിനുള്ളൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞാനിനി നമുക്കുള്ള പണി ഇവിടെ പാത്രങ്ങൾ എനിക്ക് കഴുകാനായിട്ട് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് മുഴുവൻ കഴുകണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നൂലപ്പം ഉണ്ടാക്കണ ആ ഒരു ഇഡ്ഡലി പാത്രം കൂടി കഴുകിയെടുത്താലാണ് പണി കഴിയുക. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞു എന്ന് നമ്മൾ സന്തോഷിക്കുന്ന നിമിഷത്തിൽ തന്നെ അതിൽ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾക്ക് ഉള്ള പാത്രങ്ങൾ ഞാൻ വേഗം ഒന്ന് കഴുകി തീർക്കട്ടെ.
അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഞാൻ നൂലപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കിയൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന നൂലപ്പത്തിൻ്റെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇതിൽ 20 എണ്ണം നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്ന കുഞ്ഞായിരുന്നു, അതിൽ 9 എണ്ണം കണ്ട് ഉണ്ടാക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് പുതിയത് വാങ്ങിയതാണ് ഇത്. അതുകൊണ്ട് ഇത് നല്ല എളുപ്പമാണ്. നമുക്ക് 2 ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഇതാണ്ട് എടുത്ത് കിട്ടണുണ്ട്, നല്ല ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചില സമയത്ത് മക്കളൊക്കെ വരാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിട്ടോ അങ്ങനത്തെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അവരും വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് ക്ലാസ്സിൽ പോകണ തിരക്കായതുകൊണ്ട് അങ്ങനെ അധികം നേരമൊന്നും കിട്ടില്ല. അങ്ങനെ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റുള്ള വേഗം പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഇനി പാത്രം പിന്നെ കഴുകലും ഒക്കെ കാണുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് വേഗം അത് കഴുകിയൊക്കെ അവസാനിപ്പിച്ച് 8 മണിയായപ്പോൾ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്കിനി റോസുവിന് മുടി കെട്ടി കൊടുക്കലാണ് ചെയ്യാനുള്ളൂ. ആകെ പണ്ടൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനൊന്നും ഇരിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവരെ കുളിപ്പിക്കണം, കുഞ്ഞായിരിക്കുമ്പോൾ കുളിപ്പിച്ച് കൊടുക്കണം, യൂണിഫോം മാറ്റണം, അതുപോലെ തന്നെ മുടി കെട്ടി കൊടുക്കണം, ബാഗിലുള്ളത് ഒതുക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ടിഫിനും വെള്ളമൊക്കെ വെച്ചോ നോക്കണം. അങ്ങനെ എല്ലാതും നമ്മളിങ്ങനെ പിന്നാലെ നിൽക്കണം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും. ഇപ്പോൾ വലുതായപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ തനിയെ ചെയ്യും. എന്നാൽ പോലും ചില കാര്യമൊക്കെ നേരം ഞാനിങ്ങനെ പറയണം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, നോർമലിൽ ഇപ്പോൾ വോയിസ് കൊടുക്കാണല്ലോ ചെയ്യണത്. പക്ഷെ അവിടെയുള്ള റിയലായിട്ടുള്ള വീഡിയോയിൽ ഞാനിങ്ങനെ പല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇതെടുത്ത് വെച്ചോ, അതെടുത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഫുൾ കല്ലബിലയാണ് വീഡിയോയിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും വലുതായാൽ പോലും ഈ പണികൾക്കൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ഈ പറയലിനൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പറയൽ കൂടിയെന്ന് എനിക്ക് തോന്നണേ പണ്ടത്തെക്കാട്ടും. കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് പോവാണ്. അങ്ങനെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് ഞാൻ ദേ ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് അവിടെ നിന്ന് ഇരിക്കുകയാണ് കുറച്ച് നേരം. അങ്ങനെ ഒരു 9:15 വരെ ഞാൻ അവിടെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും, മുറ്റത്ത് പോയി കാര്യം അന്വേഷിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നടന്ന് സമാധാനമായിട്ട് നടക്കുകയാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉടുപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഉടുപ്പുകളൊക്കെ ആദ്യം എടുത്തിട്ടുള്ളതൊക്കെ മീഷോയിൽ നിന്നുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഉടുപ്പുകളാണ്. അപ്പോൾ അത് ചിലവർ പറഞ്ഞിരുന്നു കോട്ടൻ്റെ ആണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോട്ടൻ്റെ ഉടുപ്പുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് റയോൺ കോട്ടൺ ആണ്, നല്ല സോഫ്റ്റാണ്, ചൂടൊന്നും എടുക്കില്ല, ചൂടുകാലത്തേക്ക് നല്ലതാണ്. അപ്പോൾ ഇനി വരാമോ ഒന്ന് ചൂടുകാലം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഉടുപ്പായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്കും തോന്നി. 3/4 സ്ലീവാണ് വരണേ. നെക്ക് പോർഷനിലും പിന്നെ ഉടുപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ ബോർഡറിലും മാത്രമാണ് കുറച്ച് ഡിസൈനുള്ളൂ. ബാക്കി ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഉടുപ്പാണ് വരുന്നത്. അപ്പോൾ നല്ല ഉടുപ്പാണ്, നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കി നോക്കൂ. അങ്ങനെ സമയം 9:15. ഇനി നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണ സമയമാണ്. അപ്പം ഞാനൊരു അരമണിക്കൂർ എടുത്ത് വീട് ഫുൾ അടിച്ച് വാരലാണ് സാധാരണ എല്ലാ ദിവസവും ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം വീട് ഫുള്ളായിട്ടും തുടച്ചിടും. അപ്പോൾ ഇന്നത്തെ ദിവസം വീട് തുടച്ചിടുന്ന ദിവസമാണ്. മിക്കവാറും ചൊവ്വാഴ്ചകളിലും അതുപോലെ തന്നെ വ്യാഴോ വെള്ളിയോ ആ ദിവസങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ വീട് തുടച്ചിടാറുള്ളത്. അപ്പോൾ നമുക്കിനി ഇന്ന് ആദ്യം തന്നെ വീട് ഫുള്ളായിട്ടും അടിച്ചെടുത്തിട്ട് തുടച്ചിടാം. പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ ചെയ്യണതിന് മുൻപാണ് തുണികൾ മെഷീനിൽ വാഷ് ചെയ്യാൻ ഇട്ടിട്ട് വരാറുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു തുണികൾ വാഷ് ചെയ്യാനായിട്ട് മെഷീനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഇപ്പോൾ 7 കിലോയുടെ തുണികൾ കൊള്ളുന്ന മെഷീനാണ്, അല്ലെങ്കിൽ 1.5 കിലോ ആണ്, 8 എത്രയായാലും അത്രയും തുണിയായിട്ട് അത് വാഷ് ചെയ്യണതാണ് കുറച്ച് നല്ലതെന്ന് വെച്ചാൽ അത്ര തുണി വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളമായാലും കറണ്ടായാലും ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് വേസ്റ്റ്. കാരണം ഇത്രയും വലിയ മെഷീനിൽ നമ്മൾ ലോഡ് എടുപ്പിക്കുമ്പോൾ അതിനുള്ള തുണി അതിൽ ഇട്ടിട്ട് അലക്കണതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ചിലർ ചോദിച്ചിരുന്നു മെഷീനിൽ അലക്കുമ്പോൾ തുണികൾ വൃത്തിയാവുന്നുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഞാൻ വീട്ടിലിടുന്ന സാധാരണ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിലായാലും ഇട്ടിട്ട് പോകുന്ന അങ്ങനത്തെ ചുരിദാറുകൾ, അങ്ങനത്തെ എന്ത് ഡ്രസ്സുകളായാലും അധികം അഴുക്കൊന്നും ആവാത്ത ഡ്രസ്സുകളാണെങ്കിൽ മെഷീനിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് എനിക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ യൂണിഫോമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വെള്ള ഡ്രസ്സുകൾ, യൂണിഫോമുകൾ എനിക്ക് അത്ര ഒരു ഭംഗി വരണ പോലെ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ യൂണിഫോം നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരിക്കും. നമ്മുടെ പോലെ എല്ലാവരും പുറത്തൊക്കെ പോയി കളിച്ചും പിടിച്ചും മണ്ണും പൊടിയും. അപ്പോൾ അതിനെ മുഷിച്ചിൽ അങ്ങോട്ട് പോകണ പോലെ എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, തലേ ദിവസം സോപ്പും വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്ത്
അത് മെഷീനിൽ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് വെള്ള തുണികളും ചെയ്യാറുള്ളത്. തലേ ദിവസം ഒന്ന് ഞാൻ സോപ്പും പൊടിയും അതുപോലെ തന്നെ റിന്നോ അങ്ങനത്തെ എന്തെങ്കിലും വെള്ള തുണികൾ നല്ല വൈറ്റായിട്ട് വരാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് അത് ഇട്ട് വെച്ച് തലേ ദിവസം വെച്ചിട്ട് രാവിലെ എടുത്ത് മെഷീൻ വാഷ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണതാവും നല്ലത് ആ ഒരു കാര്യത്തിന്. ബാക്കി നോർമൽ തുണികളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ തൃപ്തിയും, ചിലവർക്ക് വൃത്തിയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളത് പ്രിഫർ ചെയ്യണ്ട. പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നം ഞാനിങ്ങനെ ചെയ്യണമെന്ന് എനിക്കത് തോന്നിയിട്ടില്ല. മാത്രമല്ല ഞാൻ അങ്ങനെ കണ്ടിട്ട് നമ്മുടെ ഡ്രസ്സുകളുമ്പോൾ കുറേ അധികം അഴുക്കുകളായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം കഴുകണത്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം നല്ല ക്ലീൻ ആയിട്ട് തന്നെ, ഒരുവിധമല്ല എനിക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ തുണികൾ കിട്ടാറുണ്ട്. അങ്ങനെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഫുള്ള് അടിച്ചെടുത്തിട്ട് ഞാൻ ആദ്യം അവിടെ ഫുള്ളും തുടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് കയറി വന്നാലും ഞാൻ ഈ പകുതിക്ക് പണി നിൽക്കുന്ന നേരത്തെ ആരെങ്കിലും വന്നാലോ എന്നുള്ളൊരിതുകൊണ്ടാണ് ഞാനത് വേഗം ചെയ്ത് അവസാനിപ്പിക്കുന്നത്. കാരണം കസാരയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടേക്കല്ലേ. അപ്പോൾ അത് കാരണം അത് വേഗം തീർക്കാണ് കേട്ടോ. എപ്പോഴും തമാശയായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാലോ, നമ്മളിങ്ങനെ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒറ്റ ഗസ്റ്റ് പോലും വരില്ല കേട്ടോ, ആരും വരില്ല. നമ്മളിപ്പോഴും വീട് ഭംഗിയായിട്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ വീട്ടിലെ ആളുകൾ വരണമെന്ന് ആഗ്രഹിക്കുക. പക്ഷേ വീട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ദിവസം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും അലങ്കോലമായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വരും. ആ നേരത്തെ എല്ലാം കൂടി പറക്കിയെടുത്തൊരു ഓട്ടം ഉണ്ട്. ആ നേരത്താണ് ഏറ്റവും സ്പീഡിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാറെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മക്കളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അവർ എല്ലാ ടോയ്സും എല്ലാം കൊണ്ട് ഇങ്ങനെ ഹാളിൽ തൊട്ട് അവിടെ വരെ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും വന്നാൽ അതെല്ലാം കൂടി എടുത്ത് പറക്കിയൊരു ഓട്ടം ഓടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ട് എപ്പോഴും ഓർക്കും, ഇതെന്താണ് വീട് ഒതുക്കി ഇടുമ്പോൾ ഒരാൾ പോലും വരണില്ലല്ലോ. വീട് ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ ഒതുക്കി ഇടുമ്പോൾ ആരും വരില്ല, വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ഗസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ ഗസ്റ്റ് വരുന്നു എന്നിനി ആരെങ്കിലും പറഞ്ഞിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ആയിരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് അല്ലേ. അപ്പോൾ ആ ഒരു സ്പീഡ് നമുക്ക് എല്ലാ ദിവസവും കിട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് നന്നായിരുന്നു, നമ്മുടെ പണി എത്ര വേഗം കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും അതൊക്കെ ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മക്കളുടെ റൂമും കൂടി ഇനി അടിച്ച് വാരി തുടച്ചിടൊക്കെ ചെയ്യുകയാണ്. അവരുടെ റൂമിൽ ടേബിൾ ഇത്ര ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ മുഴുവൻ സാധനങ്ങൾ ഇനി കൊണ്ടുവയ്ക്കാൻ അവർക്ക് സമാധാനമായിട്ട് പറ്റും. കാരണം അവർ പഠിക്കാനിരിക്കുന്ന ടേബിളുമേ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നതെല്ലാം കൊണ്ടുവയ്ക്കാൻ. ഞാൻ പറയാറില്ല, ഇത്ര ദിവസം ആ ടേബിൾ അവിടെ ഇല്ലാത്തതാണ് ആ റൂം നല്ല വൃത്തിയായിട്ട് കിടക്കണ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ മുഴുവൻ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞത്. നമ്മളെ അമ്മമാരങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും കാര്യം അന്വേഷിച്ച് നടക്കില്ല പണി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ റൂമും കൂടി ഫുള്ളായിട്ടും തുടച്ചിട്ട് ഈ ഒരു റൂം കംപ്ലീറ്റ് ചെയ്യാണ്. അവരുടെ കട്ടിലിൻ്റെ അടിയിൽ 1-2 ബോക്സുകൾ ഇരിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ കുറച്ച് ടോയ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ അവർ ഈ ബോക്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കട്ടിലിൻ്റെ അടി കൊണ്ട് തള്ളി വെച്ചിരിക്കുകയാണ്. അതാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വേണം അടിക്കാനും പിടിക്കാനൊക്കെ. കാരണം അതിൻ്റെ അടി കൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ അവർ കളിക്കുന്നതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് അവിടെ ഫുള്ളായിട്ടൊക്കെ വൈപ്പ് ചെയ്ത് സെറ്റാക്കിയൊക്കെ ഇവിടുത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അവരുടെ ടേബിളിൽ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അവർ. കാരണം എന്ന് വെച്ചാൽ ആ സ്റ്റേഷനറിയും ഇതൊന്നും ഒതുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും ഇപ്പോൾ ടേബിളും ഇല്ല. അപ്പം ഇനി ഞാൻ എൻ്റെ റൂമും കൂടി അടിച്ചു വാരി തുടച്ചിടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 10:15 ആകുമ്പോഴേക്കും ഇതെല്ലാം ചെയ്ത് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സമയം നമ്മുടെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ജോലി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യും. ഇല്ല നമുക്ക് കുറേ സമയം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ അനന്തമായിട്ട് ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ പണി നമ്മൾ വേഗം ചെയ്യില്ല. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഒരു ടൈം സെറ്റ് ചെയ്യുക. ഇത്ര ടൈം കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ആ സമയം കഴിഞ്ഞാൽ പോലും നമുക്കൊരു കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മൾ ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് നോക്കുമെന്ന് എനിക്ക് തോന്നണേ. പിന്നെ എൻ്റെ കമൻസിൽ വന്ന വേറൊരു കാര്യമാണ്, മക്കളൊക്കെ കുഞ്ഞായതുകൊണ്ട് പണികളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് നിങ്ങളോട് ആകെ ഒരു കാര്യം പറയാനുള്ളൂ, മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ വലുതായി ഒരു സ്റ്റേജ് എത്തില്ലേ, ഒരു 4ാം ക്ലാസ്സൊക്കെ കഴിയില്ലേ, അപ്പോഴേക്കും പെട്ടെന്ന് അവരിങ്ങനെ വലുതാവണ പോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഒരു കുഞ്ഞായൊരിത് മാറി വലിയ കുട്ടികളാവും. അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ വലുതായി വരണ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ സങ്കടമായി തുടങ്ങി. കാരണം അയ്യോ അവരെന്തൊരു വേഗം വലുതായി പോണേ, ഇനിയിപ്പോൾ അവർ പഠിക്കാനും ഒക്കെ ആയിട്ട് കുറേയും കൂടി സീനിയർ ലെവലിലേക്കൊക്കെ ആകുമ്പോൾ നമ്മളിൽ നിന്നും കുറച്ചും കൂടി നീങ്ങി അവർ പോവല്ലേ, നമ്മുടെ ഹെൽപ്പ് അവർക്ക് വേണ്ടത് കുറഞ്ഞു വരാണ്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അയ്യോ ഇവരെന്തൊരു പെട്ടെന്ന് അങ്ങോട്ട് വലുതായി പോകണ പോലെ നമുക്ക് തോന്നും ഒരു പ്രായം കഴിയുമ്പോൾ. അതുവരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവർ ഉപദേശിക്കാനും പറയാനും. പക്ഷേ ഒരു മൊമെൻറ്റ് കഴിയുമ്പോഴില്ലേ നമ്മൾ ശരിക്കും അവരെ മിസ് ചെയ്തിട്ട് അവരുടെ ആ കുട്ടിത്വവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഉള്ള മൊമെൻറ്റ്സ് അവരുടെ കൂടെ നന്നായിട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ റുട്ടീൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. കാരണം ആ കുഞ്ഞിലത്തെ സമയത്തെ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞാനിതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് വന്നതെന്ന് നമ്മൾ ഓർക്കൂട്ടോ, അവരൊക്കെ എങ്ങനെ നോക്കിയെടുത്തതെന്നൊക്കെ.
അങ്ങനെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കിച്ചണിലാണ്. എന്നിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മളിതേ നമ്മുടെ ലാസ്റ്റത്തെ വർക്കും അവസാനിപ്പിക്കുന്നത് കിച്ചണിൽ തന്നെയാണ് അല്ലേ. കിച്ചണാണ് വീടിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയാം അല്ലേ. നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും നമ്മളെത്ര സ്നേഹത്തോടെയാണ് പാചകം ചെയ്ത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് കിച്ചണാണ് വീടിൻ്റെ ഹാർട്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ലാസ്റ്റത്തെ പണിയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സമയം ഒരു 10:15 ആകുമ്പോഴേക്കാണ്, 10:15 കഴിഞ്ഞു. അപ്പോൾ കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ക്ലീനിങ് പരിപാടി ഇപ്പോൾ ഇന്ന് തുടക്കലും എല്ലാം കൂടി ഉള്ള കാരണം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രഷൊക്കെ ആയി, നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് എങ്ങനെയാ ഇരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. അങ്ങനെ സമയം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 10:45 ആവാറായി. അപ്പോൾ ഇനി ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കണം. അപ്പോൾ അത് ഈ ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.